പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗരാജ്യം സമീപസ്ഥമായിരിക്കുന്നുവെന്നും വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുവാനും ലോകമെമ്പാടും പ്രഘോഷകരായി പോകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്തു. 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അങ്ങ് നൽകിയ ഈ ദൗത്യം ധീരതയോടുകൂടി യൂദാസ് ഒഴികെയുള്ളവരെ നിറവേറ്റുകയും തങ്ങളുടെ ജീവിതത്തെ അങ്ങേയ്ക്കായി സമർപ്പിക്കുകയും ചെയ്തു. ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വിളിയാണ് അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും സാക്ഷികളായി തീരുവാനുള്ള വിളിയെന്ന് ഞങ്ങൾ ഓരോരുത്തരും അറിയുന്നു. കാരുണ്യവാനായ കർത്താവെ, ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. വിശുദ്ധ ഫെലിസിത്തായുടെയും 7 മക്കളുടെയും ധീരമായ രക്തസാക്ഷിത്വം അങ്ങേ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള സമ്പൂർണമായിട്ടുള്ള ബലി ഞങ്ങളെ അനുസ്മരിക്കുമ്പോൾ, ഈ രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ധീരതയോടുകൂടി കർത്താവായ യേശുവിനെ പ്രഘോഷിക്കുവാനും ഏത് സാഹചര്യത്തിലും അങ്ങേ മഹത്വപ്പെടുത്തുവാനും തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. ഈ ദിവസം ദാനമായി നൽകിയ അങ്ങയുടെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ മക്കളാണെന്ന ബോധ്യം ഞങ്ങൾക്ക് ലഭിക്കുമ്പോഴും അങ്ങ് നൽകിയിരിക്കുന്ന വലിയ സ്നേഹം, യോഹന്നാൻ പറയുന്ന പോലെ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അങ്ങ് ഞങ്ങളോട് കാണിച്ചിരിക്കുന്നത്. ഞങ്ങളെ മക്കളെന്ന് വിളിക്കും. ഈ മക്കൾക്കടുത്ത ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ദൂതന്മാരുടെ രാജാവായ നസ്രേക്കാരനെ യേശുവേ, പെട്ടെന്നുള്ള മരണത്തിലുള്ള അപകടങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.